ചട്ടംകുളങ്ങര ചമയവിളക്ക്. ഇവിടുത്തെ ചമയവിളക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ വിളക്കെടുക്കാൻ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ്. ഇപ്പോൾ അവിടെ വരുന്നത് ആണുങ്ങളാണോ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ചെയ്തവർക്ക് തിരിച്ചു വരാം. പക്ഷെ ഇവിടെ നടക്കുന്നത് വേറെ പലതുമാണ്. റീൽസ് പിടുത്തം, ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മൈക്കിൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ അതിൻ്റെ മുന്നിലോട്ട് ചാടി വീഴുക. എന്തൊക്കെയാണ് ഇവരെ കാണിച്ചു കൂട്ടുന്നത്? ഒരു ആചാരത്തെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ചെന്നിട്ട് അനാവശ്യമായിട്ട് നശിപ്പിച്ച് കളയുന്നത്. ഫാഷൻ ഷോ നടക്കുകയാണോ അവിടെ? ഒരുമാതിരി ഒരു ആചാരത്തിൽ കൊണ്ടുപോയിട്ട് തന്തയില്ലായ്മ കാണിക്കുക. അതാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം തന്നെ മാറി. ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലം അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ അവസ്ഥയിൽ ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ കയറി ചെന്ന് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് ഈ വേഷത്തിൽ വിളക്കെടുക്കണം ചോദിക്കേണ്ട കാര്യം എന്തിനായി? എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. അമ്പലത്തിൽ എന്ത് കുഴപ്പം? എന്ത് എനിക്ക് അമ്പലത്തിൽ തൊഴണം? എനിക്ക് വിളക്കില്ലടാ, എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. എന്ത് കുഴപ്പം? എന്ത് നീ വിളക്കില്ലാത്ത തൊഴിലിക്കൂല ഇവിടെ? നീ ആരോടാ? നീ ദേവസ്വം പോണ അമ്പലത്തിൽ കയറി നീ ആണോ? നിന്റെ ദേവസ്വം പ്രസിഡന്റ് അവിടെ ദേവസ്വം മാന്യമായിട്ട് സംസാരിക്കും. അമ്പലത്തിൽ പറഞ്ഞു അമ്പലത്തിനെ കുറിച്ച് ഒരു കോപ്പും അറിയത്തില്ല. ഈ അമ്പലം ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ല വരുന്നത്. അവിടുത്തെ കമ്മിറ്റിക്കാരാണ് ഈ അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അല്ലാണ്ട് ദേവസ്വം ബോർഡല്ല. ഇല്ല, ഞാൻ തൊഴിലിട്ടേ പോണല്ലോ. വിളക്കില്ല, ഞാൻ തൊഴിലിട്ടേ പോണല്ലോ. എന്താ കുഴപ്പം? നീ തൊഴിലിക്കൂലെന്ന് പറയാൻ നീ ആരോട്? തൊഴിലിക്കൂലെന്ന് പറയാൻ നീ ആര്? ഒരു ദേവസ്വം ബോർഡ് അമ്പലത്തിൽ തൊഴിലിക്കൂലെന്ന് പറയാൻ നിന്റെ കുടുംബഭവനാണ് ഇത്. ഇത് നിന്റെ കുടുംബഭവനാണ് ഇത്. നിന്റെ കുടുംബഭവനാണ് ഇത്. വിളക്കില്ല എന്ന് ഞാൻ തൊഴിലേ പോകാൻ പോയി തൊഴാം. നീ സാരി കൊടുത്ത് വിടുന്നില്ല. ഞാൻ ഏത് വേഷത്തിൽ തൊഴിലും നീ നീ മുണ്ടൂട് പൂരിത്താ. നീ മുണ്ടൂട് പൂരിത്താ. ഞാൻ നിന്റെ മുണ്ടൂട് കൂട്ടുണ്ട് ഞാൻ പോയി തൊഴാം. നീ സാരി കൊടുത്ത് വിടുന്നില്ല. മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം കേട്ടല്ലേ? ആദ്യം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം, മനസ്സിലായോ? ഒരമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു കോപ്പ് വിലയും കൊടുക്കാതെ തോന്നുന്ന പോലെ റീൽസും കാര്യങ്ങളും എടുത്ത് നടക്കുമ്പോൾ ആരാണേലും ചോദിച്ചു പോകും. എന്നിട്ടാണ് ഇവർ അങ്ങോട്ട് പോയിട്ട് മാന്യത പഠിപ്പിക്കാൻ നിൽക്കുന്നത്. നീ മുണ്ടൊരിത്ത, ഞാൻ അത് ഉടുത്ത് ഇവിടെ നടക്കാം, നീ എൻ്റെ സാരി ഉടുത്തു, എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് വല്ലതും ആ അമ്പലത്തിനെ കുറിച്ച് അറിയോ? ഒരു ചുക്കും അറിയത്തില്ല. എന്നിട്ട് കിടന്നങ്ങ് തുള്ളുക വന്നിട്ട്. ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാൻ അവിടെ ആരും ഇല്ലേ? ഒരു സാധനം എങ്ങനെയൊക്കെ നശിപ്പിക്കാന്നുള്ള നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു ഇവർ. അമ്പലമാണടേ, ആ അമ്പലത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണും. ഇതൊരുമാതിരി ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നും പറഞ്ഞ് കയറി അങ്ങ് വരിക. എങ്ങാണ്ട് ആരോ പറയുന്ന കേട്ടു ഈ ഒരു ദിവസം അമ്പലത്തിനേക്കാളും തിരക്കാണ് അവിടെയുള്ള ബസ് സ്റ്റാൻഡിൽ എന്നുള്ളത്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ട്. നിങ്ങൾ അമ്പലത്തിലോട്ടാണോ വരുന്നത്, അല്ല മറ്റേ പരിപാടിക്ക് വല്ലതുമാണോ വരുന്നത്? അമ്പലത്തിലോട്ട് വരുവാണെങ്കിൽ അമ്പലത്തിലോട്ട് പോവുക. ഇത് അവിടെ പോവാതെ ആ അവസരം മുതലെടുത്ത് ബസ് സ്റ്റാൻഡിൽ പോയിരുന്ന് മറ്റേ പരിപാടി ബിസിനസ് പിടിക്കുക. കൊള്ളാം. കഷ്ടോടെ കുറേ എണ്ണം ഇങ്ങനെ.